ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മലയാളികളുടെ ഇഷ്ട ഭക്ഷണമായ പൊറോട്ടയാണ്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി വീശിയടിക്കാത്ത ലെയറോട് കൂടിയ നല്ല സോഫ്റ്റ് പൊറോട്ട നമുക്കൊന്ന് തയ്യാറാക്കിയാലോ. എന്നാൽ ഒട്ടും താമസിപ്പിക്കേണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു പാത്രത്തിലേക്ക് 1/2 കിലോ മൈദാമാവ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ കുറച്ച് ഉദ്ദേശം 3 ടേബിൾ സ്പൂൺ അളവിൽ മൈദാമാവ് നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊടുവിൽ പൊറോട്ടയ്ക്ക് മാവ് പരത്തുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഈ മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ ഒരു ടീസ്പൂണിൻ്റെ 1/3 ഭാഗം ഉപ്പ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ മൈദാമാവൊന്ന് കുഴച്ചെടുക്കാം. ഇവിടെ നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടാനോ കുറയാനോ പാടില്ല. ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചുകൂടി സോഫ്റ്റായി, അല്ലെങ്കിൽ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിന് വേണം നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ചെടുത്ത് വയ്ക്കാൻ. അതായത് ഇതുപോലെയായിരിക്കണം നമ്മുടെ പെറോട്ട മാവിൻ്റെ പരുവം എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊന്ന് വലിച്ചു കുഴയ്ക്കാം. അതിനായിട്ടൊരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു നല്ല വൃത്തിയുള്ള കിച്ചൺ ടോപ്പിലോ കുറച്ച് മൈദാമാവ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചതിൽ നിന്ന് കുറച്ച് മൈദാമാവ് വിതറി കൊടുക്കുക. ശേഷം അതിന് മേലെയായി കുഴച്ച് വെച്ച മാവ് വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് വലിച്ച് പരത്തി കുഴച്ചെടുക്കുക. ഇതുപോലെ ഏകദേശം ഒരു 20 മിനിറ്റോളം നമുക്കിത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാത്രമേ അതിലെ ഒരു ഗ്ലൂട്ടൻ ഫോമായിട്ട് മാവ് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടുകയുള്ളൂ. ചിലരെങ്കിലും ഇതിലേക്ക് മാവ് നല്ല സോഫ്റ്റ് ആവാനായിട്ട് മുട്ട അതുപോലെ ഓയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂട്ടൻ ഫോം ആകില്ല. സോ നമ്മളത് ഇവിടെ ഒഴിവാക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓയിലും അതുപോലെ മുട്ടയും എല്ലാം ചേർത്ത് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു മാവ് കറക്റ്റ് പരുവത്തിന് കുഴച്ചെടുക്കുക. ഇവിടെ ഇപ്പോൾ ഏകദേശം 20 മിനിറ്റോളമായിട്ടുണ്ട്. നമ്മുടെ പൊറോട്ട മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴഞ്ഞു കിട്ടി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിന് മുൻപായിട്ട് ആ ഒരു പാത്രത്തിൽ കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ശേഷം നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിന് മേലെയായി നമ്മൾ ഈ കുഴച്ച് മാറ്റി വെച്ച പൊറോട്ട മാവ് വെച്ച് കൊടുക്കുക. ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം മാവ് നല്ല സോഫ്റ്റാണ്. ഇനി ഈ മാവിന് മേലെയും കുറച്ച് ഓയിൽ നല്ലതുപോലെ ഒന്ന് തടവി കൊടുക്കുക. ഓയിൽ കൂടി തടവി കൊടുത്തതിന് ശേഷം നല്ല വൃത്തിയുള്ള ഒരു ടവലോ തുണിയോ കഴുകി പിഴിഞ്ഞ് നമുക്ക് ഈ പാത്രത്തിന് മേലെയായി വിരിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ ചൂടേറ്റ് പൊറോട്ട മാവ് ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ഇനി നമുക്കിത് 1-2 മണിക്കൂർ റെസ്റ്റിന് വയ്ക്കാം. കുറഞ്ഞതൊരു 1 മണിക്കൂറെങ്കിലും റെസ്റ്റിന് വയ്ക്കണം. നമുക്കിവിടെ 1 മണിക്കൂർ മാത്രമേ റെസ്റ്റിന് വയ്ക്കാൻ പറ്റിയുള്ളൂ. സമയക്കുറവ് കാരണമാണ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് 2 മണിക്കൂർ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ മാവ് കുറച്ചുകൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ മാവ് എണ്ണ നന്നായിട്ട് തടവിയ ഒരു കിച്ചൺ ടോപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു പരന്ന പ്ലേറ്റിലേക്കോ മാറ്റിയിട്ട് ഉരുട്ടിയെടുക്കാം. കഴിവതും ഒരുപോലുള്ള കഷ്ണങ്ങളാക്കി എടുക്കാൻ പാകത്തിനുള്ള നീളത്തിലും വീതിയിലും വേണം മാവ് ഉരുട്ടിയെടുക്കാൻ. മാവ് ഇതുപോലെ നീളത്തിൽ ഉരുട്ടിയെടുത്ത് വെച്ചതിന് ശേഷം ഇതിനെ തന്നെ ഒരുപോലുള്ള 2 കഷ്ണങ്ങളാക്കി മാറ്റാം. ഇനി ഈ കട്ട് ചെയ്ത് വെച്ച ഓരോ പീസും തുല്യമായിട്ടുള്ള 4 കഷ്ണങ്ങളാക്കി മാറ്റുക. ഇവിടെ നമ്മളൊരു മീഡിയം വലിപ്പമുള്ള 8 പൊറോട്ടയാണ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അളവിലാണ് നമ്മളിവിടെ ഈ മാവ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കുറച്ചുകൂടി വലിയ പൊറോട്ടയാണ് തയ്യാറാക്കിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ഈ മാവിനെ ഒരുപോലുള്ള 7 കഷ്ണങ്ങളാക്കി മാറ്റാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച മാവ് ഓരോന്നായിട്ട് കയ്യിലെടുത്ത് ഉരുട്ടി ഷേപ്പ് വരുത്തി ഒരു വശത്തേക്ക് വയ്ക്കുക. ഇനി ഇങ്ങനെ ഷേപ്പ് വരുത്തി വെച്ച മാവിന് മേലെയും നന്നായിട്ട് തന്നെ എണ്ണ തടവി കൊടുക്കുക. എണ്ണയ്ക്ക് ഒട്ടും കുറവ് വരുത്താൻ പാടില്ല. കാരണം എണ്ണയാണ് നമ്മുടെ ഈ ഒരു പൊറോട്ടയുടെ ജീവാത്മാവും പരമാത്മാവുമെല്ലാം. അതുകൊണ്ട് അതിനൊരു കുറവും വരുത്താൻ പാടില്ല. ഇനി നമുക്കിത് അപ്പോൾ അതുപോലെ നമ്മുടെ ആ ഒരു നനച്ച് പിഴിഞ്ഞെടുത്ത് വെച്ച ആ ഒരു തുണി ഉപയോഗിച്ച് ഒന്ന് മൂടിയിടാം. ഇങ്ങനെ ഒരു 30 മിനിറ്റ് നേരം വെച്ചിട്ട് നമുക്ക് നമ്മുടെ പൊറോട്ട മാവ് പരത്തിയെടുക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ കിച്ചൺ ടോപ്പിൽ നന്നായിട്ട് എണ്ണ പുരട്ടുക. ശേഷം മാവ് വെച്ച് കുറച്ച് എണ്ണ തടവി നന്നായിട്ട് പരത്തിയെടുക്കാം. നല്ല നൈസായിട്ട് വേണം നമുക്ക് ഈ മാവ് പരത്തിയെടുക്കാൻ. കൈകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. ചപ്പാത്തി കുഴവിയുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഓയിൽ തടവി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്മൂത്തായിട്ട് മാവ് പരന്ന് കിട്ടും. ഇവിടെ ഇപ്പോൾ മാവ് നല്ല നൈസായിട്ട് പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മേലെ കുറച്ച് ഓയിൽ ഒന്ന് തടവിയതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ച് വരഞ്ഞ് ഈ മാവ് കട്ട് ചെയ്തെടുക്കാം. മാവ് എത്രത്തോളം നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുവോ അത്രത്തോളം നൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. കാരണം അത്രയ്ക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ലെയറോട് കൂടിയ പൊറോട്ട ആയിരിക്കും നമുക്ക് കിട്ടുക. ഇവിടെ ഇപ്പോൾ ഈ മാവെല്ലാം നന്നായിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ മാവിൻ്റെ വശങ്ങളെല്ലാം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഒതുക്കി ഒരുമിച്ച് കൊണ്ടുവരാം. അങ്ങനെ ഈ കാണുന്നത് പോലെ പൊറോട്ടയ്ക്കുള്ള മാവ് നല്ല നീളത്തിൽ ഒതുക്കി വെച്ചതിന് ശേഷം അതിൻ്റെ ഒരു വശത്ത് നിന്ന് നമുക്ക് ചുരുട്ടി തുടങ്ങാം.
ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി വരുന്ന സമയത്ത് അവസാനം കാണുന്ന ആ ഒരു അഗ്രമുണ്ടല്ലോ, ആ ഭാഗം നമുക്ക് ഈ മാവ് കയ്യിലെടുത്തതിന് ശേഷം അതിൻ്റെ അടിയിലായിട്ട് നടുവിലായിട്ട് വെച്ച് അകത്തേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പെറോട്ടയുടെ മാവ് പരത്തുന്ന സമയത്ത് അഴിഞ്ഞു പോകാനുള്ള സാധ്യത കുറവായിരിക്കും. ശേഷം ഈ തയ്യാറാക്കി എടുത്തു വെച്ച മാവും നമുക്കൊരു എണ്ണ തടവിയ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതിന് മുകളിലായിട്ടും കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കുക. ഇങ്ങനെ ഒരു 4 എണ്ണം തയ്യാറാക്കി വെച്ചതിന് ശേഷം നമുക്കിവ ഓരോന്നായിട്ട് പരത്തി തുടങ്ങാം. ഇതുപോലെ ഉള്ളം കൈ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് പരത്തിയെടുക്കാൻ. തീരെ നൈസായിട്ട് പരത്തിയെടുക്കാൻ പാടില്ല, ഒരല്പം കട്ടിയോടുകൂടി വേണം നമുക്കിത് പരത്തിയെടുക്കാൻ. ഇങ്ങനെ പരത്തിയെടുക്കുന്ന മാവ് ഉടനെ തന്നെ ചൂടായ ദോശക്കല്ലിലേക്കിട്ട് വേവിച്ചെടുക്കുക. അതുപോലെ ഓരോ തവണയും തിരിച്ചു മറിച്ചും ഇടുന്നതിന് മുൻപ് കുറച്ച് എണ്ണ തടവി കൊടുക്കുക, അല്ലെങ്കിൽ മാവ് ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു 4-5 തവണ തിരിച്ചും മറിച്ചും ഇട്ട് വേണം നമുക്ക് ഈ പൊറോട്ട ഒന്ന് വേവിച്ചെടുക്കാൻ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, തീ എപ്പോഴും മീഡിയം ലോ ഫ്ലെയിം അങ്ങനെയായിരിക്കണം. ഇവിടെ ഇപ്പോൾ ഈ പൊറോട്ട നന്നായിട്ട് തന്നെ വെന്ത് ചെറിയ തോതിൽ ചുവന്ന് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 4-5 തവണകളായിട്ടാണ് നമ്മളിത് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഒരു 4 എണ്ണം തയ്യാറാക്കി വെച്ചതിന് ശേഷം ചൂട് മാറുന്നതിന് മുൻപായിട്ട് തന്നെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. കാരണം ചൂട് മാറിക്കഴിഞ്ഞാൽ ഇതുപോലെ അടിച്ചെടുത്താലും ലെയർ വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ലെയറോട് കൂടിയ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് പൊറോട്ട നമുക്ക് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മാവ് കുഴയ്ക്കുന്ന രീതിയാണ്, അത് കറക്റ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.